ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തൃശ്ശൂർക്കാരനും പാസ്പോർട്ടും. ഇന്ന് നമ്മള് ക്രിസ്മസ് എപ്പിസോഡിന്റെ മൂന്നാമത്തെ സീരീസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നല്ല പൊളപ്പും ഫിഷ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഷ് മോളി. അപ്പൊ ഇത് പാലപ്പത്തിന്റെ കൂടെ നല്ല സെറ്റ് ആയിട്ട് പോണ ഒരു കറിയാണ്, നമ്മുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ ഡിഷ്. അപ്പൊ നമുക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ കാണാം. നല്ല ഫ്രഷ് കുരുമുളക് പൊടിച്ചതാണ്, പിന്നെ ഒരു 2 സബോള, പിന്നെ അതേ നമ്മള് 2 എന്താ പറയാ സിനമൺ സ്റ്റിക്ക്, 3 ഏലക്ക ചതച്ചത്, പിന്നെ ഒരു 4-5 എന്താ പറയാ ക്ലൗസ്. ഇത്ര സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് ഉണ്ടാക്കി. പിന്നെ കോക്കനട്ട് മിൽക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇവനെ അങ്ങ് മാരിനേറ്റ് നിങ്ങൾക്ക് പടയ്ക്കാം. അതിനുശേഷം നമുക്ക് വറക്കാം. പോക്ക് സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്കത് വറക്കാം. അതിനുശേഷം നമുക്ക് അതിനുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഫിഷ് മോളി സെറ്റ് ചെയ്യാം. നമുക്ക് മാരിനേഷനിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടി നമ്മളൊരു ഒരു സ്പൂണോളം എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ള ഉപ്പ് നമ്മളൊരു ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ലെമണിന്റെ ജ്യൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഫുൾ ഫിഷ് അങ്ങ് എടുക്കാം. വരഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. മാരിനേഷൻ അങ്ങ് തേച്ച് സെറ്റ് ചെയ്ത് അങ്ങ് എടുക്കാം. നമ്മൾ നിർത്തേക്കുന്നത് സീബാസ് ആണ്. അപ്പൊ നല്ല ലീൻ മീറ്റ് ആണ്. ഇതൊക്കെ കൂടി അങ്ങ് മാരിനേറ്റ് ചെയ്ത് നല്ലത് കറക്റ്റ് അളവാണ് മസാല സെറ്റ് ചെയ്തേക്കണത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കിനി ഇത് വറക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്, ഒരു 5-6 മിനിറ്റ്. അപ്പൊ നമ്മുടെ മസാലയുടെ ഫ്ലേവറും അതിന്റെ ടേസ്റ്റ് ഒക്കെ ഉള്ളിലേക്ക് പോയി നല്ല മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. മീൻവെയിൽ നമുക്ക് അവിടെ എണ്ണ ചൂടായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ എണ്ണ നല്ല സെറ്റ് ആയിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ വറുക്കണ പരിപാടിയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫുൾ ഫിഷിനെ ഇടാണ്. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, നമുക്ക് നോക്കാം. നല്ല സെറ്റ് ആയിട്ട് എണ്ണ ബൗഡിന് വേവട്ടെ. ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നല്ല റിച്ചും മാമയോട് കൂടിയിട്ടുള്ള ഒരു ഫിഷ് മോളി സെറ്റ് ചെയ്തതുണ്ട്. നമ്മൾ മറിച്ചിടാണ് ഫിഷ്. നല്ല സോഫ്റ്റ് ആയി സെറ്റ് ആയി വരുന്നുണ്ട്, നമുക്ക് കാണാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ്. ഫിഷ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണ്. നമുക്ക് മുഴുവനോടെ കിട്ടാൻ നോക്കാം, മുഴുവൻ മീനെ. ഇതെന്നെ പീസായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കിട്ടി. നല്ല സെറ്റ് ആയിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള കൂടി വറക്കാം. ഞങ്ങൾ സീനില്ല, കാരണം പീസോളാം. നമുക്കത് അങ്ങോട്ട് ഇട്ടാൽ മതി. അതേ ഫിഷ് മൊത്തം നമ്മൾ വറുത്ത് കോരാൻ പോവാണ്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഫിനിഷ് ചെയ്യാം. സീബാസ് റെഡിയാണ്. നമുക്കിനി നേരെ ഫിഷ് മോളി അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഫിഷ് അവിടെ സെറ്റാണ്. നമുക്ക് നമ്മുടെ മോളിനെ അങ്ങ് സെറ്റ് ആക്കാം. അപ്പൊ നമ്മള് സെയിം ചട്ടി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, സെയിം ഓയിൽ. അപ്പൊ നമുക്ക് കൂടുതൽ ഫ്ലേവർ കിട്ടും. നമ്മൾ അതിനോട്ട് ഹോൾ സ്പൈസ് ആഡ് ചെയ്യാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ സിനമണും ക്ലൗസും പിന്നെ കുറച്ച് ഒരു 3 കാർഡമങ്ങും, ഇത്ര സാധനങ്ങളുള്ളൂ. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെ നമ്മൾ ഒന്ന് ചൂടാക്കിയ ശേഷം നേരെ സബോള ആഡ് ചെയ്യും. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സിനമണൊക്കെ നല്ല സെറ്റായി ചൂടായി നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് സബോള ആഡ് ചെയ്യാം. ഇതൊരു 2 സബോള ഉണ്ട്. ഇത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കേണ്ട കാര്യമില്ല. ഒന്ന് സ്വെറ്റ് ചെയ്ത് ഒന്ന് എന്താ പറയാ വഴണ്ടു വന്നാൽ മതി. അത്രയും നമുക്ക് ഇതിനകത്ത് സബോള ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അത് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാല ആഡ് ചെയ്യാം. അപ്പൊ നമുക്കിനി ഇതിനകത്തോട്ട് ബാക്കിയുള്ള സാധനം ആഡ് ചെയ്യാം. നമ്മളിത് ഫുൾ പച്ചമുളക് ഇടാണ്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കണത് അത് മൊത്തം ഇടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില അതും ഇടാണ്. നമ്മൾ നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയതിനു ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിഷ് ആഡ് ചെയ്ത് അവസാനം തക്കാളി വെച്ച് സെറ്റ് ആക്കാം. അതേ സബോളയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്താൽ മതി. അത് നമ്മള് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. നമ്മളൊരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നുള്ളൂ. നമ്മള് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഈ മസാലയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മുടെ നാടൻ മസാല പൊടിച്ചത് ഒരു 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നമ്മള് മസാല നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അതൊക്കെ അട്ടി തേങ്ങാപ്പാലാണ്. ഇതവിടെ തള്ളക്കട്ടെ. അപ്പൊ തേങ്ങാപ്പാൽ ഒരു തള വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് മീനിടാം. ഫിഷ് മോളി സെറ്റ് ആണ്. നമ്മളിതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കും. തക്കാളി ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമ്മൾ പരിപാടി നിർത്തും. സെറ്റ് ആണ്.
അപ്പൊ നമ്മുടെ ഫിഷ് മോളി ഇവിടെ സെറ്റ് ആണ്, നല്ല പൊളപ്പനായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത്, ഒരു പീസല്ല ആ മുഴുവൻ പീസ് അങ്ങ് എടുത്തിട്ട് നമുക്കൊരു പിടപടയ്ക്കാം. അപ്പൊ നമ്മുടെ മുഴുവൻ മീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആദ്യം. ഒട്ടഞ്ഞൊന്നും തോന്നുന്നില്ല, തല അതെങ്കിൽ അത് കിട്ടി. ഇതിന്റെ ബാക്കി എന്തേ? അവസാനം എടുത്തിടാം. നല്ല പൊളപ്പം ഫിഷ് മോളി സെറ്റാണ് നമ്മുടെ ഫുൾ ഫിഷ് മോളി. ഫുൾ ഫിഷ് മോളി ഇവിടെ സെറ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ഫിഷ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ കുറച്ച് ചോറുണ്ട്, നമുക്ക് കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് മീനിനെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ചെറിയ പീസ് തക്കാളി, ചെറിയ പീസ് മതി. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മീൻ കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്. ഒരു രക്ഷയില്ല, പൊളി. അപ്പൊ കേട്ടിയുള്ളത് പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക ക്രിസ്മസിന്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങ് റൈഡ് ചെയ്യുക, പൊളിക്കുക, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും. പുതിയ വീഡിയോ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടും, പുതിയ രുചികൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട്, ഇതിലും നല്ലൊരു ക്രിസ്മസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.